നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാർ പല നേരവും ആഹാരം കഴിക്കാതെയാണ് ഇരിക്കണം എന്നുള്ളത് ഇന്നലെ എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റി. ഞാനൊരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വർക്കല പോയപ്പോൾ ലേ അറേബ്യയുടെ ഓണർ സബേർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ അവനെ വെറുതെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാനിവിടെ ഓഡിറ്റോറിയത്തിലുണ്ട്, നീ എന്നെ കണ്ടിട്ടേ പോവാവൂ. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ പോയി സബേറിനെ കണ്ട് അവൻ്റെ കാറ്ററിങ്ങിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി നിന്നപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ചോറും ഇറച്ചിയൊക്കെ ഇങ്ങനെ മിച്ചം കിടക്കണം ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്തിരിന്ന് വെച്ചാൽ പറഞ്ഞു, അളേ കുറേ നമ്മളെ പിള്ളേർക്ക് കൊടുക്കും, പിന്നെ മിച്ചം പറഞ്ഞതിനൊക്കെ നമ്മൾ കളഞ്ഞിട്ട് പോളിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആളിയാ അങ്ങനെ കളയാനേക്കാൾ നല്ലത് ഞാൻ പോണ വഴിക്ക് കുറച്ച് ചോറ് എനിക്ക് താളിയാ, ഞാൻ അവിടെ ആർക്കെങ്കിലും കൊടുത്തിട്ട് പോകാന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് പറയേണ്ട താമസം അവ എനിക്ക് കുറേ ചോറ് കണ്ടെയ്നറിൽ സെറ്റ് ചെയ്ത് തന്നു. സത്യം പറഞ്ഞാൽ ഞാൻ കൊടുത്ത സമയം 3 മണി 4 മണി സമയമാണ്. പക്ഷേ നമ്മളെ ഈ കൊച്ചു കേരളത്തിനകത്ത് ഒരുപാട് പേര് വിശന്ന് പട്ടിണിയിരിക്കണം എന്നുള്ളത് ഞാൻ ഇന്നലെയാണ് ശരിക്കും തിരിച്ചറിഞ്ഞത്. കാരണം ആഹാരം കൊടുത്ത സമയത്ത് ഓരോരുത്തരും ഭയങ്കര ഇമോഷണൽ ഫീലിലൊക്കെയാണ് എൻ്റെ ആഹാരം